കളിച്ച് എടി നമുക്ക് വേറെ എവിടെയും പോയി കളിച്ചാലോ? എടി എന്നാ നമുക്കാണെങ്കിലേ നമ്മുടെ അടുത്തുള്ള ഒരു കടലില്ലേ, നമ്മുടെ അടുത്തുള്ള കടല്, ആ കടലിൽ പോയി കളിച്ചാലോ? പക്ഷേ ഒരു കുഴപ്പമുണ്ട്, എന്റെ അമ്മയും നിങ്ങളുടെ അമ്മയും ചിലപ്പോ നമ്മളെ വിട്ടില്ലെങ്കിലും വീട്ടിലേക്ക്. എടുത്തുമ്പോ നീ ആണെങ്കിൽ അമ്മയെ വിളിക്കും, നമുക്ക് അമ്മയോട് ചോദിക്കാം. ഞങ്ങളുടെ അമ്മ ഓക്കെ ആണെങ്കിൽ നമുക്കാണെങ്കിലേ നമുക്ക് കടലിൽ പോകുന്ന വഴിക്കാണെങ്കിൽ നിന്റെ അമ്മയോട് ചോദിക്കാം. വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ചു വിട്ടു വരാം. ആ ശരിയടാ. എടി എന്ത് നോക്കിക്കോ, വിളിക്കേ. അമ്മേ അമ്മേ അമ്മേ. ഈ അമ്മയെ വിളിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരം എഴുതുക. എവിടെയാ അമ്മേ? എന്താ എന്റെ പിള്ളേർ ഇങ്ങനെ നടന്ന് വിളിക്കുന്നേ? അമ്മ അത് പിന്നെ അമ്മയുടെ ഒരു കാര്യം ചോദിക്കാനായിരുന്നു. അടുക്കളയിലാണെങ്കിൽ 100 തൊട്ട് മണിയുണ്ട്. ആരെങ്കിലും വന്ന് സഹായിക്കുമെന്ന് വെച്ചാൽ അതുമില്ല. അത് ജോലി അമ്മ സമ്മതിക്കും. എന്താ വിളിച്ചേ? അമ്മ അത് പിന്നെ നമ്മുടെ അടുത്തുള്ള ബീച്ചില്ലേ, അവിടെ ഞങ്ങൾ കളിക്കാൻ പൊക്കോട്ടെ? വേണ്ട വേണ്ട വേണ്ട, കടലിലൊന്നും പോകണ്ട. ഞാനൊന്നുമില്ല, ഒറ്റയ്ക്ക് പോകണ്ട പറഞ്ഞേക്കാം. വേണമെങ്കിൽ അമ്മമ്മയെ വിളിച്ചോണ്ട് പോകും. അമ്മൂമ്മയൊന്നും വേണ്ട, ഞങ്ങൾ തന്നെ പൊക്കോളാം പ്ലീസ്. അത് തന്നെ ആന്റി, ഞങ്ങൾ സൂക്ഷിച്ചാളാ. ഇവിടെ കളിച്ച് ഞങ്ങൾക്ക് മടുത്ത്, അതുകൊണ്ടല്ലേ പറഞ്ഞേ. പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷെ കടലിൽ ഇറങ്ങുന്നു മാത്രം. അവിടെ ഒന്ന് കളിച്ചാൽ മണലിലൊക്കെ കേട്ടോ. ആ ശരി ആന്റി. ദേവു ശാരദാരും കൂടെ ചോദിച്ചിട്ട് പോവുള്ളൂ കേട്ടോ. ആ ശരി ആന്റി, ഞാൻ അമ്മയോട് ചോദിച്ചിട്ട് പൊക്കോളാം. ശരി പിള്ളേരെ, എനിക്ക് അടുക്കള 100 തൊട്ടും ജോലിയുണ്ട്, ശ്രദ്ധിച്ചു പൊക്കോണം പറഞ്ഞേക്കാം. അയ്യോ ഞങ്ങളുടെ അമ്മയാണെങ്കിൽ ഓക്കെ പറഞ്ഞു. എടി ദേവു നിന്റെ അമ്മ ഓക്കെ പറയോ? എനിക്ക് തോന്നുന്നില്ല എന്റെ അമ്മ ഓക്കെ പറയുന്നു, കാരണം അമ്മയാണെങ്കിൽ ഇങ്ങനെയൊന്നും ഒറ്റയ്ക്ക് എന്നെ വിടത്തില്ല. അതുകൊണ്ട് പിന്നെ നിങ്ങളുള്ളതുകൊണ്ട് വിടുമായിരിക്കും. എന്തായാലും ചോദിച്ചോ. വാ വാ വാ. ആ ശരി ദേവു വാ. അമ്മേ അമ്മേ. ശാരദാന്റി അമ്മ ഇതെവിടെ പോയേക്കുവാ? അമ്മേ. എന്തോ എന്റെ പിള്ളേരെ? അമ്മേ, നമ്മുടെ വീടിന്റെ അടുത്താണെങ്കിൽ ഒരു ബീച്ചില്ലേ, അവിടെ ഞങ്ങൾ എല്ലാരും പോയി കളിച്ചോട്ടെ? വേണ്ട വേണ്ട, അവിടെ പോയി കളിക്കണ്ട ബീച്ചിലൊക്കെ. എന്നിട്ട് വേണം വല്ല കടലിൽ വീടാനായിട്ട്, കടലിൽ എന്നിട്ട് കൊണ്ടുപോകാനായിട്ട് പോടുന്നു. അമ്മ പ്ലീസ് അമ്മേ, ഞങ്ങൾ അവിടെ മര്യാദയ്ക്ക് പോയി കളിച്ചാലേ, കടലിൽ ഇറങ്ങത്തില്ല ഞങ്ങള്. പോകുന്നത് കൊള്ളാം, സൂക്ഷിച്ചോണം പറഞ്ഞേക്കാം. കടലൊന്നും ഇറങ്ങിയേക്കരുത്. അല്ല നന്ദിനി ചേച്ചിയോട് വെച്ചായിരുന്നോ? ആന്റിയോട് ഞങ്ങൾ ചോദിച്ചായിരുന്നു. അപ്പൊ ആന്റി പറഞ്ഞ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പൊ ആന്റി പറഞ്ഞ അമ്മേനെ കൂടെ ചോദിച്ചിട്ട് പോകാൻ പറഞ്ഞു. പോകുന്നതൊക്കെ കൊള്ളാം, സൂക്ഷിച്ചു നോക്കണം, ഞാൻ പറഞ്ഞേക്കാം. ശരി അമ്മ, ഞങ്ങൾ സൂക്ഷിച്ചു നോക്കാം. എന്റെ പിള്ളേർ വലിയ തിരക്ക് വരുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞ കേട്ടാ. ശരി അമ്മേ, തിര വല്ല ഉണ്ടെങ്കിൽ ഞങ്ങൾ വന്നോളാം കേട്ടോ, വലിയ തിര. ശരി ഒന്ന് പോവാ. ഈ പിള്ളേരുടെ ഒരു കാര്യം. അങ്ങനെ നമ്മൾ നമ്മുടെ കടലിലെത്തി. ഇനി തുടങ്ങുമല്ലേ കളി? അതെ, നമ്മൾ കളിക്കാൻ പോവാ. ഭാഗ്യത്തിനാണ് തിരയില്ല, അല്ലെങ്കിൽ പിന്നെ നമുക്ക് വീട്ടിൽ പോണ്ടേ. ശരിയാടി, ഭാഗ്യത്തിനാണെങ്കിൽ തിരയൊന്നും ഇല്ല, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ പോകണമായിരുന്നു. അയ്യോ ഭാഗ്യം, നമ്മുടെ എന്തോ ഭാഗ്യം, അതുകൊണ്ട് തിരയില്ല. തിരയില്ലല്ലോ, നമുക്കൊന്ന് കടലിന്റെ അടുത്ത് വരെ പോവാ. ഇച്ചിരി കാൽ ചെറുതായിട്ട് നനയ്ക്കാം. അത് സാരൊന്നുമില്ലടി, വാടി നമുക്ക് അങ്ങോട്ട് പോവാ. ഹായ് രസമുണ്ട്, ചെറിയൊരു തിര വന്ന്. ഹായ്. ഇന്നാണെങ്കിൽ മീൻ കച്ചവടം വളരെ കുറവായിരുന്നു. അവസാനം ഞാൻ മറ്റേ കടലിൽ നിന്നാണെങ്കിൽ ചുറ്റിക്കറങ്ങി ഇവിടെ എത്തി. ഈ മീൻ വള്ളക്കാരില്ലേ, അവരെ മീൻ വാങ്ങിച്ച് വിൽക്കാൻ കൊണ്ടുവന്നത്. ആ സ്ഥലത്തും ഞാൻ കറങ്ങി ഇവിടെ എത്തി. ഇപ്പം എന്തായാലും നല്ല ദിവസം, കച്ചവടം കുറവാ, എല്ലാം കുറവാ. അയ്യോ ഇതെന്ത് പറ്റി? ഈ മണലാണെങ്കിൽ കൊഴിഞ്ഞു പോകുന്ന താഴേക്ക്. ഇത് മറ്റേ പിള്ളേരല്ലേ? അത് പറ്റി ശാരദയുടെ കൊച്ചു ദേവും പിന്നെ നന്ദിനിയുടെയും പിന്നെ രമേശിന്റെ കൊച്ചുങ്ങളല്ലേ, 3 എണ്ണം. തുമ്പിയും കണ്ണനും കൺമണി. ഈ പിള്ളേരെന്താ കടലിൽ ചെയ്യുന്നത്? എല്ലാം അവിടെ പേടിച്ചിരിക്കുന്ന. അയ്യോ താഴ്ന്നു പോന്നേ. അയ്യോ, ആ പിള്ളേരിൽ എന്താ മണൽ കുഴിഞ്ഞിട്ടാണെങ്കിൽ പിള്ളേർ കടലിലടി പോയി. ഞാൻ എത്രയും വെച്ചെന്ന് ആ രമേശിനോടും നന്ദിനിയോടും പിന്നെ ശാരദയോടും പെട്ടെന്ന് എന്ന് പറയട്ടെ, ഈ പിള്ളേർ ഇങ്ങനെ കടലിലടി പോയെന്ന്. ഇനി ഒട്ടും സമയമില്ല, എത്രയും വെച്ചെന്ന് പറയാം. അയ്യോ നമ്മൾ നമ്മുടെ വെള്ളത്തിനടിയിലോ? ഇതൊന്നും എനിക്ക് ശ്വസിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഇതെങ്ങനെ വെള്ളത്തിനടി ഓക്സിജൻ? വെള്ളത്തിനടി കയറിയല്ലേ ശ്വാസം മുട്ടത്തില്ലേ? ഇതെന്തുവാ ശ്വാസം കിട്ടുന്ന വെള്ളത്തിനടി? ഇതെന്തോ അത്ഭുതം, ഇതെന്തോ സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല. വെള്ളത്തിന് പുറത്തുള്ള തന്നെ ഇപ്പത്തെ വെള്ളത്തിനടിയിൽ ശ്വാസം കിട്ടുന്നുണ്ട്, കണ്ടില്ലേ? നല്ലോണം നോർമൽ എന്ന് വെച്ചാൽ പുറത്തുള്ള തന്നെ അകത്തും. നമുക്ക് കുറച്ചുകൂടെ മുമ്പിലേക്ക് നീണ്ട. കണ്ട ഇവിടെ അടുത്തിട്ട കണ്ടില്ലേ കടലിനടിയിലുള്ള ചെടികളൊക്കെ. ഹായ് കുഞ്ഞുമീനെ. ചേട്ടാ നമുക്ക് എല്ലാവർക്കും ബാക്കിലേക്ക് നീന്താ. നമ്മളിപ്പോ ബാക്കിൽ നിന്നല്ലേ വന്നത്. അപ്പൊ നമ്മളാണെങ്കിലേ ബാക്കിലല്ലേ നമ്മുടെ വഴി. അപ്പൊ ഇങ്ങോട്ട് നേരെ എന്നാലേ അങ്ങ് നേരെ കടലല്ലേ അങ്ങോട്ട്. കരയെന്ന് പറഞ്ഞ ബാക്കിലേക്കാ. അത് ശരി, നമുക്ക് എല്ലാവർക്കും ബാക്കിലേക്ക് പോവാം. ഇതിന് മുമ്പിലാണ് എന്തോ കാണുന്നുണ്ടല്ലോ, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ എന്തോ ഭയങ്കര ഇരുട്ടാണല്ലോ. ഇങ്ങനെ കടലിന്റെ ഏറ്റവും അടുത്തിട്ട് നമുക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ? എനിക്കറിയത്തില്ല, കാരണം ഞാൻ ആദ്യമായിട്ടില്ല ഇങ്ങനെ നിൽക്കുന്നത്. എനിക്കറിയത്തില്ല ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ. നമ്മൾ നിൽക്കുവാ. അയ്യോ നിങ്ങൾ എല്ലാവരും കൂടെ നോക്കിക്കേ, അവിടെ എന്തോ സാധനം അനങ്ങുന്നു. അയ്യോ ശരിയാണല്ലോ, എന്തോ സാധനം. ഇതെന്തോ നീരാളിയോ? ഈ നീരാളി കാണാന്തോ ഒരുമാതിരി ബ്ലൂബെറി പോലെ ഇരിക്കുന്ന ബ്ലൂ കളറ്. അയ്യോ ഇത് മറ്റേ സാധനമല്ലേ, ബ്ലൂബെറിനി ഒക്ടോപസിനി. ശരിയാണല്ലോ, ഇത് മറ്റേ ബ്ലൂബെറിനി ഒക്ടോപസിനിയാ. ഞാനാണ് ഈ കടലിലെ രാജാവ്, ബ്ലൂബെറിനി ഒക്ടോപസിനി. നിങ്ങൾക്കറിയോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ കടലിനടിയിൽ ഓക്സിജൻ കിട്ടുന്നതെന്ന്? അതിന് കാരണം വേറെ ആരുമല്ല, ഈ ഞാനാ. ഈ ബ്ലൂബെറിനി ഒക്ടോപസിന് കാരണം നിനക്കൊക്കെ ഇപ്പോൾ ഓക്സിജൻ കിട്ടുന്നു കടലിനടിയിൽ. ഞാൻ ചെല്ലുന്ന കടലിലെ ഏത് സ്ഥലത്തോ അവിടെ 1 കിലോമീറ്റർ ചുറ്റളവിലാണെങ്കിലേ ഓക്സിജൻ കിട്ടും. ആ 1 കിലോമീറ്റർ ചുറ്റളവിന്റെ കഴിഞ്ഞിട്ട് പോവാണെങ്കിൽ, ഞാൻ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് 1 കിലോമീറ്റർ ദൂരെ നിങ്ങൾ പോവാണെങ്കിൽ ഓക്സിജൻ കിട്ടത്തില്ല, കാരണം എൻ്റെ അടുത്ത് മാത്രമേ ഓക്സിജൻ കിട്ടത്തുള്ളൂ. എനിക്കങ്ങനത്തെ ഒരു പ്രത്യേക ടൈപ്പ് ശക്തി ഉണ്ട്. ഞങ്ങൾ കണ്ടേക്കുന്ന എല്ലാ ബ്രെയിൻ റോഡുകളൊക്കെ ദുഷ്ടന്മാർ. അപ്പൊ നീ പാവല്ലേ? അത് നിങ്ങളുടെ ആര് പറഞ്ഞു ഞാൻ പാവമാണ്? ഞാൻ നിങ്ങൾ വക വരുത്തും. സത്യം പറഞ്ഞാലേ നിങ്ങളവിടെ നിന്നില്ലേ ആ കടലിന്റെ ആ സൈഡില്, അപ്പൊ മണ്ണ് കുഴിഞ്ഞ് താഴെ വീണില്ലേ കടലിന്റെ അടിയിലേക്ക്. അത് സത്യം പറഞ്ഞ എന്റെ പരിപാടിയാ. ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കാണിച്ച എന്റെ ഐഡിയ.
എന്നിട്ട് എല്ലാത്തിനും ഇത് വക വരുത്തും. അയ്യോ ഞങ്ങളൊന്നും ചെയ്യല്ലേ. എന്താ നിങ്ങളൊന്നും ചെയ്യരുതെന്നല്ലേ? എത്ര നാളായി ഒരു മനുഷ്യനെ കണ്ടിട്ട്. ഇപ്പതേ 4 മനുഷ്യര് നിങ്ങളൊക്കെ ഇപ്പൊ വിടാങ്ങ. എല്ലാത്തിനും ഇത് വക വരുത്തും ഈ ഒക്ടോപ്പസിനി, ബ്ലൂബെറിനി ഒക്ടോപ്പസിനി. എന്റെ അടുത്തല്ലേ പിള്ളേരെ നിന്റെ ഒക്കെ കളി. ഹലോ നന്ദനി ചേച്ചി, നന്ദനി ചേച്ചി. ഇതാരും ഈ സമയത്ത് വിളിക്കുന്നേ? തുറന്നു നോക്കാം. എന്റെ അമ്മ ഇനി വല്ല കള്ളന്മാരും ഇല്ല ആണോ? കള്ളന്മാരുന്നല്ല. എടാ കുട്ടാ നീയോ? എന്താണ് നീ ഇങ്ങോട്ട് വന്നേ? മീനും കൊണ്ടാണോ? രാവിലെ മീൻ വാങ്ങിച്ചായിരുന്നില്ല, ഇനി എന്തിനാ കൊണ്ടുവന്നേ? അയ്യോ എന്റെ നന്ദനി ചേച്ചി മീൻ കൊണ്ടൊന്നും വന്നതല്ല. ഞാൻ ശാരദ ചേച്ചിയുടെ വീട്ടിൽ ചെന്നിട്ട് കഥ മുട്ടിയായിരുന്നല്ലോ. എന്നിട്ട് എന്താ ശാരദ ചേച്ചി അവിടെ ഇല്ലായിരുന്നു? എന്താ ഇവിടെ വന്നേ? ഞങ്ങളുടെ വീടിന്റെ കഥ വന്ന് മുട്ടിയായിരുന്നു. എനിക്കാണെങ്കിൽ ചന്തന്നാണെങ്കിലേ നല്ല ലാഭത്തിനാണെങ്കിലേ കുറെ സവാളയും കിട്ടി. കുറെ സവാള ഉണ്ട്. അപ്പൊ പകുതിയാണെങ്കിൽ ഇവർക്കൂടെ കൊടുത്തത്, നന്ദിനി ചേച്ചിക്ക് കൊടുത്തു. എന്നിട്ട് ഞാൻ തിരിച്ചു പോകാൻ നിൽക്കുമ്പോഴാ നീ ഇങ്ങോട്ട് വന്നത്. അല്ലാതെ നീ എന്താ പേടിച്ചേക്കുന്ന പറയടാ കുട്ടാ? എന്റെ നന്ദനി ചേച്ചി നിങ്ങളുടെ പിള്ളേരല്ലേ മറ്റേ ദേവും പിന്നെ മറ്റേ തുമ്പിയും കൺമണി മോളും കണ്ണനും? ദേവു എന്റെ മോളാ. ദേവു ശാരദ ചേച്ചിയുടെ മോള്. അവർ 4 പേരായിരുന്നു കടലിൽ പോയായിരുന്നു. നിങ്ങൾ പറഞ്ഞിട്ടാണോ പോയത്? എന്നോടാണെങ്കിൽ പിള്ളേര് 4 പേരും ചോദിച്ചിട്ട് പോയി. ഞാൻ പിന്നെ ശാരദയോട് ചോദിച്ചിട്ട് പോകണം പറഞ്ഞു. നന്ദിനി ചേച്ചിയുടെ ചോദിച്ചെന്ന് ആ പിള്ളേര് പറഞ്ഞു. ആ പിള്ളേര് എന്നോട് ചോദിച്ചിട്ട് പോയത്. എടക്കൂടെ നീ എന്തോ പറയുന്നേ? നീ മനസ്സിലാവുന്നില്ല എന്തോ പറയുന്നേ? നിങ്ങളെല്ലാവരും 4 പിള്ളേരില്ലേ? അവരെല്ലാവരും ആണെങ്കിൽ കടലിൽ കളിക്കുമായിരുന്നു. തിരയൊന്നുമില്ലായിരുന്നു കേട്ടോ. അവര് പെട്ടെന്നാണെങ്കിൽ ആ മണലിലേക്കാണെങ്കിൽ കുഴിഞ്ഞു പോയി. പെട്ടെന്ന് കടലിലേക്ക് പോകുന്നുണ്ട്. ഞാൻ എന്തുവാണ് കുട്ടാ നീ പറയുന്നേ? സത്യം തന്നെയാണോ? എന്റെ പൊന്നു ചേച്ചി ഞാൻ സത്യം തന്നെ പറയുന്നേ. ഞാനുണ്ടായിരുന്നു നിൽക്കുമായിരുന്നു. എനിക്കാണെങ്കിൽ ഇന്ന് കച്ചവടം കുറവായിരുന്നു. അതുകൊണ്ട് ഞാനാണെങ്കിൽ ആ കടപ്പുറത്താണെങ്കിലേ വിഷമിച്ചേക്കുമായിരുന്നു. പൈസ ഇന്ന് കുറവായതുകൊണ്ട്. പൈസ കച്ചവടം ഇല്ലായിരുന്നു. അതുകൊണ്ട് പൈസ ഇന്ന് കുറച്ച് കിട്ടിയുള്ളൂ. അത് കാരണം വിഷമിച്ചേക്കുമായിരുന്നു. അപ്പൊ ആ പിള്ളേരോട് നിൽക്കുന്നുണ്ട്. ഞാൻ അവർ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. പെട്ടെന്ന് അവരാണെങ്കിൽ ആ മണ്ണാല് കുഴിഞ്ഞാണെങ്കിൽ അഴുകി പോയി ആ പിള്ളേർ വെള്ളത്തിൽ പോകുന്നുണ്ട്. അതെങ്ങനെയാ? വാ പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് പോവാ. ശരി നന്ദി ചേച്ചി വാ പെട്ടെന്ന് പോവാ. അയ്യോ നമ്മൾ എന്ത് ചെയ്യും? എനിക്ക് അനങ്ങാൻ തന്നെ പേടിയാ. അയ്യോ അതേ നോക്ക് പിള്ളേർ ഇവിടെ ഒരു കപ്പൽ മറിച്ചിട്ടേക്കുന്നുണ്ടോ? ഇത് ഭയങ്കര നല്ല പഴക്കമുള്ള ഒരു കപ്പലാണ്. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ കുറെ വർഷങ്ങൾക്ക് മുമ്പേ എന്നോട് യുദ്ധം ചെയ്യാൻ നോക്കിയ കുറെ മനുഷ്യന്മാരുള്ള കപ്പലായിരുന്നത്. എന്ന് വെച്ചാൽ എന്നെ കീഴ്പ്പെടുത്താനുള്ള കുറെ മനുഷ്യന്മാരുണ്ട് ഈ കപ്പലിൻ്റെ അത്. അതുകൊണ്ട് ഈ കപ്പൽ ഞാൻ നശിപ്പിച്ചിട്ടേക്കുന്ന കണ്ട. ഇതാണ് ഈ ബ്ലൂബെറിനി ഒക്ടോപ്പസിന്റെ ശക്തി. ഇത്ര വലിയ കപ്പൽ എനിക്ക് തല്ലി പൊളിച്ചിടാൻ പറ്റിയെങ്കിൽ ഇത്ര ചെറിയ പിള്ളേരൊക്കെ എനിക്ക് വക വരുത്തുക എന്തോ ഈസിയാ. ബ്ലൂബെറിനി ഒക്ടോപ്പസിനി. എനിക്ക് അനങ്ങാൻ തന്നെ പേടിയാ. ചാടിയെല്ലാം വീഴുവോ സാധനം നമ്മുടെ ദേഹത്തേക്ക്? എനിക്ക് പേടി വരുന്നു. ഇത്ര വലിയ കപ്പലൊക്കെ ഇതിന് മറിച്ചിടാൻ പറ്റുമെങ്കിൽ അപ്പൊ നമ്മളൊക്കെ എന്താ പുഷ്പം പോലെ ആയിരിക്കും നമ്മളെ വക വരുത്തുന്നത്. എനിക്ക് പേടി വരുന്നടാ. മര്യാദക്കാണെങ്കിലേ നമ്മുടെ മുറ്റത്ത് ഒന്ന് കളിച്ചാൽ മതിയായിരുന്നു. എന്തിന്റെ ഏടാണെന്ന് ഇങ്ങോട്ട് വന്നത്? പക്ഷെ അമ്മയാണെങ്കിൽ മുട്ടായി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അത് ഞാൻ എങ്ങനെ തിന്നുവെന്തോ. മനുഷ്യനോട് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റി നോക്കിയിരിക്കുക. അപ്പോഴവിടെ ഒരു മുട്ടായി. ഒന്ന് പോടി അവിടുന്ന്. എനിക്ക് എന്റെ മുട്ടായി മാത്രം മതി. എന്റെ പിള്ളേരെ എനിക്ക് ചിരി വരുന്നത് നിങ്ങളൊക്കെ പേടിച്ചിരിക്കുന്നുണ്ട്. എന്റെ ശക്തി കണ്ടിട്ടായിരിക്കും നിങ്ങൾ പേടിച്ചിരിക്കുന്നത്. കണ്ട ഇത്ര വലിയ കപ്പല് ഞാൻ തല്ലി പൊളിച്ചിട്ട് കണ്ട. അതേ അവിടെ എന്റെ ബാക്കില കണ്ട. അതോ ഇവിടെ ഇത്ര ഇരുട്ട്. അയ്യോ ഞങ്ങളും ചെയ്യല്ലേ പ്ലീസ്, ഞങ്ങളും ചെയ്യല്ലേ. എനിക്ക് കഴിഞ്ഞ 1 മാസങ്ങൾക്ക് മുമ്പേ ഒരു മനുഷ്യനെ കിട്ടിയത്. അതെ പിന്നെ എനിക്ക് ഒരൊറ്റ മനുഷ്യനെ പോലും കിട്ടിയില്ല. ഇപ്പൊ ഒരു വടിക്ക് 4 പക്ഷിയായി ഇപ്പൊ. എനിക്ക് എന്തായാലും എന്റെ പിള്ളേരെ നിന്നേക്ക് ഇപ്പൊ വക വരുത്താൻ തോന്നില്ല. കുറച്ചൊക്കെ കഴിഞ്ഞ് വക വരുത്താം. കുറച്ചു നേരം ഞാൻ ഇവിടെ തന്നെ ഇരിക്കാൻ പോവാ. എല്ലാത്തിനും കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഈ ബ്ലൂബെറിനി ഒക്ടോപ്പസിനി വക വരുത്തും. അത് എനിക്കാണ് ഒരു ഐഡിയ. നമുക്ക് ഈ കപ്പലിന്റെ അകത്ത് കയറി അതാ നമുക്ക് രക്ഷപ്പെടാം. ഒളിച്ചിരുന്നാ പോരെ? ശരി ചേട്ടാ വാ, നമുക്ക് പെട്ടെന്ന് ഈ കപ്പലിന്റെ അകത്തേക്ക് നീന്തി കയറാം. ആ പിള്ളേരെന്തിനും ഇത്ര പെട്ടെന്ന് എങ്ങോട്ട് നീന്തിപ്പോയല്ലോ? ഈ കപ്പലിന്റെ അപ്പുറത്ത് കൂടെ ആ പിള്ളേര് നീന്തിപ്പോയത്. അതുകൊണ്ട് എനിക്ക് ആ പിള്ളേർ അങ്ങോട്ട് പോകുന്നത് കാണാൻ പറ്റിയില്ല. ഞാനിതിന് പേടിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ ആ പിള്ളേർക്കാണെങ്കിലേ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് 1 കിലോമീറ്റർ ദൂരെ ആ പിള്ളേർ പോയി കഴിഞ്ഞാൽ അവർക്ക് ഓക്സിജൻ കിട്ടുന്നതിന് അപ്പോഴേ ഈ 1 കിലോമീറ്റർ ചുറ്റളവിൽ ആ പിള്ളേർ എവിടെയെങ്കിലും കാണും. എന്തായാലും തപ്പി കണ്ടുപിടിക്കാവുന്ന ഈസിയുള്ളൂ. ഈ കപ്പലിന്റെ ഉള്ളിലും കാണും ഈ പിള്ളേര്. അത്രയും ബുദ്ധി ഇല്ലെന്ന് തോന്നുന്നു ആ പിള്ളേർക്ക്. ഞാൻ എന്തായാലും ഈ കല്ലിന്റെ പാറയുടെ ഒക്കെ അടിയിൽ നോക്കി. ഇവിടെ ചെറിയൊരു ഗുഹ പോലെ ഉണ്ട്. അതിന്റെ അടിയും മിക്കവാറും പിള്ളേർ കാണും. നോക്കട്ടെ. ഈ ബ്ലൂബെറിനി ഒക്ടോപ്പസിനെ ആ പിള്ളേരെ കണ്ടുപിടിക്കുന്നവരാ കണ്ടുപിടിച്ചിരിക്കും. എന്നിട്ട് വക വരുത്തിയിരിക്കുന്നവരുടെ വക വരുത്തിയിരിക്കും.